മലയാള സിനിമയെ കുറിച്ച് നല്ല പ്രതീക്ഷകളാണുള്ളത്. ഈ സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ട ഇന്നത്തെ ദിവസം റിലീസ് ചെയ്യപ്പെട്ട സിനിമകളും ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളും ഒക്കെ വലിയ വിജയങ്ങളാവട്ടെ. ആ നിർമ്മാതാക്കൾക്കും ആ സംവിധായകർക്കും അതിന്റെ ടെക്നീഷ്യൻസും അഭിനേതാക്കൾക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. പക്ഷേ നമ്മൾ എപ്പോഴും അഡ്രസ് ചെയ്യുന്നത് തിയേറ്ററിലെത്തി വലിയ വിജയം നേടുന്ന സിനിമകളെ കുറിച്ച് മാത്രമാണ്. അതല്ല മലയാള സിനിമ, അത് മാത്രമല്ല. അതല്ലാതെ ഒരുപാട് അക്കാദമിക്കൽ ഉദ്ദേശത്തോടു കൂടി നല്ല സിനിമകൾ എന്ന് പറയപ്പെടുന്ന കാറ്റഗറിയിൽപ്പെട്ട സിനിമകളും ഉണ്ട്. അപ്പൊ ആ സിനിമകൾ എവിടെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? ആ സിനിമകൾ ആളുകൾ കാണണ്ടേ? ആ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ സിനിമ കാണാൻ എന്താണ് മാർഗം തുടങ്ങിയ കാര്യങ്ങളും ഉണ്ട്. നമ്മളെപ്പോഴും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമകളെ കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നല്ല സിനിമ എന്ന് ആളുകൾ അഭിപ്രായം പറഞ്ഞ സിനിമകൾ, ഉദാഹരണത്തിന് ഇക്കഴിഞ്ഞ IFFKയില് മികച്ച അഭിപ്രായം നേടിയ ഏറ്റവും കൂടുതൽ ആളുകൾ കയ്യടികളോടെ സ്വീകരിച്ച സിനിമകൾ 3 മാസം കഴിഞ്ഞിട്ടും തിയേറ്ററിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അപ്പോ നമ്മൾ എമ്പുരാനെ കുറിച്ച് മാത്രം സംസാരിക്കുകയും എമ്പുരാൻ മാത്രമാണ് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതിന്റെ പ്രശ്നമാണ്. ഒരു ചലച്ചിത്ര സംസ്കാരത്തിലെ ഒരു മാറ്റം അനിവാര്യമാണ്. അത് പണ്ട് മുതലേ ആളുകൾ പറയുന്നതുമാണ്. പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. ഞാൻ ഈ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ച് വന്നിട്ടുള്ള എല്ലാ സിനിമകളും വലിയ വിജയമാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. തന്നെയാണ് മുൻപ് ഈ താരങ്ങളെ നോക്കി സിനിമ കണ്ടിരുന്ന ഒരു പ്രവണത മാറ്റി ഇന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയൊക്കെ നല്ല സിനിമകൾ അത് താരങ്ങളെ നോക്കാതെ അല്ലെങ്കിൽ കഥയുടെ കാമ്പ് മനസ്സിലാക്കി ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അത് ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇനിയും ഒരു കൂടുതൽ സിനിമകളിലും പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ഒരു നിലയിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണോ? തീർച്ചയായിട്ടും ആളുകൾ താരങ്ങളെ നോക്കി അല്ല സിനിമ കാണാൻ ഇപ്പോൾ തിയേറ്ററിലേക്ക് കയറുന്നത് എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റുമോ? അങ്ങനെ ആയിട്ടുണ്ടോ മലയാള സിനിമ? ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തോന്നിയിട്ടില്ല. താരങ്ങൾ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കുന്ന താരങ്ങൾക്ക് മാത്രമാണ് തിയേറ്ററിൽ സ്വീകാര്യതയുള്ളത്. അതല്ലാതെയുള്ള ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണല്ലോ ഭരതനാട്യം. എന്തെങ്കിലും ഒരു കുറവ് ആ സിനിമയ്ക്ക്, ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിന്റെ കുറവോ ഒരു സംവിധാന മികവിന്റെ കുറവോ അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ദൗർലഭ്യമോ ഒരു മേക്കിങ്ങില് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. നല്ല സിനിമ എന്ന് തിയേറ്ററിൽ അത് എത്തിയപ്പോഴും അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നീട് OTTയിൽ എത്തിയപ്പോഴും അതിന് സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ആളുകളുടെ റീച്ച് കൊണ്ടായി. പക്ഷെ തിയേറ്ററിൽ ആ സിനിമ വിജയിച്ചിട്ടില്ല. ആളുകൾ അധികം കാണാൻ വന്നില്ല. കണ്ടവർ നല്ലത് പറഞ്ഞു, പക്ഷെ എന്നിട്ടും സിനിമ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതിലെ ആ സൈറ്റിൽ കുറിപ്പ് എന്ന് പറയുന്ന ആക്ടർ എന്തൊരു നല്ല നടനാണ്, നമുക്കറിയാം. അയാൾ നല്ലൊരു പെർഫോമറാണ്. അയാൾ ആ ക്യാരക്ടർ ആ സിനിമയിൽ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സൈജുവിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, എന്റെ കഴിഞ്ഞ 2 സിനിമയിലെ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു. അയാൾ ചെയ്ത ഏറ്റവും മികച്ച വേഷങ്ങൾ എന്റെ സിനിമയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാളുടെ നല്ല സിനിമകൾ അല്ലാതെയും വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന അവർ സെലക്റ്റീവായിട്ട് നല്ല വേഷങ്ങൾ, നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് കാണുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സിനിമകൾ തിയേറ്ററിൽ വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രേക്ഷകർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. ഈ സിനിമകൾക്ക് അതിജീവിക്കാനുള്ള ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എന്റെ സിനിമ, ആദ്യത്തെ സിനിമ, അതിന് ആളൊരുക്കം എന്നായിരുന്നു സിനിമയുടെ പേര്. ഇന്ദ്രൻസ് ചേട്ടന് ഇപ്പോഴത്തെ ഒരു കരിയർ ചേഞ്ച്, ഇപ്പോഴത്തെ ഒരു ഇന്ദ്രൻസ് ഉണ്ടല്ലോ, നായകനായിട്ട് പോലും ആളുകൾ പരിഗണിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞ ഒരു ഇന്ദ്രൻസ്. ആ ഇന്ദ്രൻസിനെ സൃഷ്ടിച്ചത് എന്റെ ആദ്യ സിനിമയായ ആളൊരുക്കത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച മികച്ച നടനുള്ള സംസ്ഥാന അവാർഡിലൂടെയാണ്. അതിനുശേഷം ആ സിനിമയ്ക്ക് എനിക്കും നിർമ്മാതാവിനും ദേശീയ അവാർഡ് ലഭിച്ചു. ഇതിനൊക്കെ ഇടയ്ക്ക് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ ഇന്ദ്രൻസിനെ കാണാനും ഇന്ദ്രൻസിനെ കെട്ടിപ്പിടിച്ച് ഒരു ചക്കരവമ്മ കൊടുക്കാനും സെൽഫി എടുക്കാനും മത്സരിച്ച ആളുകൾ തിയേറ്ററിലെത്തി ആ സിനിമ കണ്ടിട്ടില്ല. എന്നാൽ തിയേറ്ററിലെത്തി ആളുകൾ പതുക്കെ ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം അറിഞ്ഞ് 100 ആള് വന്നത് 150ആയി, 200ആയി, 300ആയി വരുന്ന സമയത്ത് ഒരു വലിയ താരത്തിന്റെ, ഒരു വലിയ കൊമേഴ്ഷ്യൽ സിനിമ തിയേറ്ററിലേക്ക് വരുന്നതിന്റെ പിന്നാലെ എല്ലാ തിയേറ്ററുകളും ഇവര് ഈ സിനിമ ഒഴിവാക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് ഈ വരുന്ന വലിയ താരത്തിന്റെ സിനിമ നല്ല സിനിമയോ ചീത്ത സിനിമയോ ആകട്ടെ, അത് അദ്ദേഹത്തിന്റെ ആ സിനിമ വിജയിക്കണമെന്നുള്ളത് തന്നെയാണ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയും അല്ലാത്ത സിനിമയും ഒക്കെ എടുക്കാൻ എടുത്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം.
പക്ഷെ ഈ വന്ന സിനിമ നല്ല അഭിപ്രായം നേടിയിട്ടും ഇന്ദ്രൻസിനെ കുറിച്ച് എല്ലാ നാട്ടുകാരും പറയുമ്പോൾ അദ്ദേഹം ചെയ്തൊരു മികച്ച വേഷം, എന്താണ് അയാൾ ചെയ്തതെന്ന് കാണാനുള്ള താല്പര്യം പോലും ഇല്ലാത്ത, കാണാനുള്ള അവസരം പോലും ഉണ്ടാക്കാത്ത തരത്തിലല്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പോലും സംഭവിക്കുന്നത്. അത് മാറാതെ പിന്നെ എങ്ങനെയാണ് കുഞ്ഞു സിനിമകളുടെ ഉയർച്ചയെ പറ്റി, കുഞ്ഞു സിനിമകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുക? ഇപ്പൊ ആകെ അങ്ങനെ ഒരു സിനിമ വിജയിച്ചു എന്ന് പറയാവുന്ന സിനിമ തിയേറ്ററിൽ വിജയിച്ചു എന്ന് എന്റെ അറിവിൽ 1-2 സിനിമകളെ ഉള്ളൂ. ഒരു സുഡാനി ഫ്രം നൈജീരിയ ഉണ്ടായിരുന്നു. അത് ആ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു അതൊരു ആകർഷണീയതയായിരുന്നു. ജോമോൺ ടി ജോൺ എന്ന് പറയുന്നൊരു അറിയപ്പെടുന്ന ഒരു അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഗ്രാഫുള്ള ഒരു ക്യാമറാമാന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഗിരീഷ് ഷെട്ടിയുടെ ഫസ്റ്റ് സിനിമ തണ്ണീർമത്തൻ ദിനങ്ങൾ ആദ്യ ദിവസങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ആദ്യ ദിവസങ്ങളിൽ സിനിമകൾ ശ്രദ്ധിക്കപ്പെടുകയും പിന്നെ ആ സിനിമകളുടെ മെരിറ്റ് കൊണ്ടാണ് സിനിമകൾ കയറി പോവുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ തരത്തിലുള്ള ഒരു പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ആളുകളുടെ ഒരു പിൻബലമോ ഇല്ലാതെ ഒരു സിനിമയും തിയേറ്ററിലെ ആദ്യ ദിവസങ്ങളിൽ ആളെ കൊണ്ടുവരില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമകൾ പെട്ടെന്ന് കുറച്ച് ദിവസം അവിടെ നിൽക്കുകയും അത് കഴിഞ്ഞ് പതുക്കെ അഭിപ്രായം ഉണ്ടാക്കി തിയേറ്ററിലേക്ക് കയറി പോവുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടെ പറയാം. ഒരു സിനിമ, ഞാൻ ആ സിനിമയെ കുറിച്ച് എന്നോട് ആധികാരികമായി ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാൻ തയ്യാറാണ്. ഒരു സിനിമ ഓഗസ്റ്റ് മാസം 2 വർഷം മുമ്പ് ഒരു ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്തു. ആ സിനിമ റിലീസ് ചെയ്തതിന്റെ പിന്നാലെ ആ സിനിമ തിയേറ്ററിൽ അഭിപ്രായം നേടി. കുഞ്ഞു സിനിമയാണ്, വലിയ താരമല്ല അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് തിയേറ്ററിൽ പതുക്കെ ആളുകൾ കയറുകയും സിനിമ ഏതാണ്ട് നെക്സ്റ്റ് ബുധനാഴ്ച ആവുന്നതോടുകൂടി ഹൗസ്ഫുൾ ആവുകയും ചെയ്ത് സിനിമ ഒരു ഹിറ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. 108 തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമ ഒരു വ്യാഴാഴ്ച രാത്രി സിനിമ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കെ വെള്ളിയാഴ്ച രാവിലെ തിയേറ്ററിൽ ആളുകൾ ഈ സിനിമ കാണാനെത്തുമ്പോൾ പൂർണ്ണമായിട്ടും ആ സിനിമ ആ തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കി പകരം ഒരു വലിയ താരത്തിന്റെ പുതിയ സിനിമ അവിടെ കയറ്റുകയാണ്. അതായത് തിയേറ്ററിൽ ഹോൾഡ് ഓവർ നിയമങ്ങൾ ഉണ്ടായിരിക്കെ ആ നിയമങ്ങൾ പോലും മാറ്റി സിനിമകൾ വേറെ സിനിമകൾ കയറ്റുന്ന അവസ്ഥ ഇവിടെ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്നെങ്ങനെയാണ് താരങ്ങളില്ലാത്ത കുഞ്ഞു സിനിമകൾക്ക് ഇവിടെ വിജയം നേടാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുന്നത്? സിനിമയിൽ എമ്പുരാൻ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ സിനിമയെ കാണുന്നത് അതുപോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി പൊട്ടുകൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ അടക്കം അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള സിനിമകൾ തിയേറ്ററിൽ വിജയിച്ചത് ആ സിനിമകളുടെ പശ്ചാത്തലത്തിൽ ഒരു നല്ല ഒരു ടീം എന്താണ് കൊമേഴ്ഷ്യലി വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു ടീമിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു ടീമാണ് എമ്പുരാനിൽ ഉപയോഗിച്ച കഥയും അത് ആ സെയിം കഥ അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ടീമാണ് എടുത്തിരുന്നതെങ്കിൽ ഈ സിനിമ തിയേറ്റർ വിജയിക്കുമോ? മോഹൻലാലിന് പകരം മറ്റൊരു കുഞ്ഞു നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ വിജയിക്കുമോ? ഇല്ല. ഇതൊക്കെ എന്തുകൊണ്ട് ആളുകൾ ഇവരെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.